എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISROയുടെ കീഴിൽ വരുന്ന വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ VSSCയിലേക്ക് ഇപ്പോൾ അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തിക വരുന്നത് അപ്രൻറ്റിസ് ട്രെയിനീസ് ആണ്. BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, ജനറൽ സ്ട്രീം, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിവിധ ഫീൽഡുകളിലാണ് വേക്കൻസി ഉള്ളത്. എങ്ങനെയാണെന്ന് നോക്കാം. തസ്തിക വരുന്നത് അപ്രൻറ്റിസ് ട്രെയിനീസ് ആണ്. 2026-27 വർഷത്തേക്കാണ് ട്രെയിനിങ് വരുന്നത്. സ്റ്റൈഫൻഡ് കിട്ടുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ 12,300 പെർ മന്ത്. ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണെങ്കിൽ 10,900 ആയിരിക്കും സ്റ്റൈഫൻഡ് 1 ഇയറിലേക്ക് കിട്ടുന്നത്. പെർ മന്താണ് കിട്ടുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂ വഴിയാണ്. ഡേറ്റ് ജൂലൈ 25 ശനിയാഴ്ചയാണ്. ടൈം രാവിലെ 9:30 തൊട്ട് 5 മണി വരെ. വെന്യൂ വരുന്നത് കാർത്തിക തിരുനാൾ ഗവൺമെൻറ് V&G HSS ഫോർ ഗേൾസ്, മണക്കാട്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഡേറ്റ് ജൂലൈ 25. പിന്നെ 2022 ഏപ്രിലിന് മുമ്പ് ഡിഗ്രി ഓർ ഡിപ്ലോമ പാസ് ഔട്ട് ആയവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. 2022 ഏപ്രിലിന് ശേഷമായിരിക്കണം നിങ്ങൾ ഡിഗ്രി പാസ് ഔട്ട് ആയത്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ് ഔട്ട് ആയത്. അതുപോലെ തന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ME ഓർ MTech ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. മുൻപ് അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി ഓർ ഡിപ്ലോമ കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇനി ഏതൊക്കെ ഡിസിപ്ലിനിലാണ് വേക്കൻസി ഉള്ളത്, എന്താണ് യോഗ്യത വേണ്ടതെന്ന് നോക്കാം. ആദ്യത്തേത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണ്. സ്റ്റൈഫൻഡ് 12,300. ഡിസിപ്ലിൻസ് വരുന്നത് എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വേക്കൻസി 15, കെമിക്കൽ എഞ്ചിനീയറിംഗ് വേക്കൻസി 10, സിവിൽ എഞ്ചിനീയറിംഗ് വേക്കൻസി 12, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വേക്കൻസി 20. ഇവിടെ എല്ലാം ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. 4 ഇയർ അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രിയാണ് വേണ്ടത്. ലാറ്ററൽ എൻട്രി ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 65% കുറയാത്ത മാർക്കുണ്ടായിരിക്കണം. ബാക്കി ഡിസിപ്ലിൻസ് നോക്കാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 12 വേക്കൻസി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 43 വേക്കൻസി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 45 വേക്കൻസി, മെറ്റലർജി 6 വേക്കൻസി, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 4 വേക്കൻസി, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് 2 വേക്കൻസി. ഇത്രയും തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. 65% കുറയാത്ത മാർക്കുണ്ടായിരിക്കണം. അടുത്തത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഓർ കാറ്ററിംഗ് ടെക്നോളജിയാണ്. വേക്കൻസി 4. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് ടെക്നോളജിയാണ്. വിത്ത് 60% കുറയാത്ത മാർക്കുണ്ടായിരിക്കണം. അടുത്തത് ജനറൽ സ്ട്രീമാണ്. നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. ഇവിടെ യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രിക്ക് 60% കുറയാതെ മാർക്കുണ്ടായിരിക്കണം. 100 വേക്കൻസിയാണുള്ളത്. ഇവിടെ ട്രെയിനിങ് കിട്ടുന്നത് വിൽ ബി ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് സച്ച് ആസ് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് പർച്ചേസ്. ഈ സ്ട്രീമുകളിലായിരിക്കും ട്രെയിനിങ് വരുന്നത്. ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ആണ്. സ്റ്റൈഫൻഡ് 10,900 രൂപ. ഡിസിപ്ലിൻസ് നോക്കാം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 8 വേക്കൻസി, കെമിക്കൽ എഞ്ചിനീയറിംഗ് 25 വേക്കൻസി, സിവിൽ എഞ്ചിനീയറിംഗ് 8 വേക്കൻസി, കമ്പ്യൂട്ടർ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് 15 വേക്കൻസി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 10 വേക്കൻസി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 40 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി 6 വേക്കൻസി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 50 വേക്കൻസി. ഈ 8 തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. 3 ഇയേഴ്സ് ഡ്യൂറേഷനുള്ളത്. അതാത് ഡിസിപ്ലിനിലാണ് ഡിപ്ലോമ വേണ്ടത്. ഇനി അടുത്തത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ്. 25 വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് 3 ഇയർ ഡ്യൂറേഷനാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇത്രയും ഡിസിപ്ലിനിലേക്കാണ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. ഇനി പ്രായപരിധി നോക്കാം.
ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ അൺറിസർവ്ഡ് 28 വയസ്സ് വരെ, OBC 31 വയസ്സ് വരെ, SC 33 വയസ്സ് വരെ, ST 33 വയസ്സ് വരെ. PWBDക്ക് വ്യത്യാസമുണ്ട്. അൺറിസർവ്ഡ് ആണെങ്കിൽ 38, OBC 41, SC 43, ST 43. ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഏജ് ലിമിറ്റ് വരുന്നത് അൺറിസർവ്ഡ് 30 വയസ്സ് വരെ, OBC 33, SC 35, ST 35. PWBDക്ക് അൺറിസർവ്ഡ് 40 വയസ്സ്, OBC 43, SC 45, ST 45. ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണെങ്കിൽ അൺറിസർവ്ഡ് 26 വയസ്സ് വരെ, OBC 29, SC 31, ST 31. PWBD ആണെങ്കിൽ അൺറിസർവ്ഡ് 36, OBC 29, SC 41, ST 41. ഇങ്ങനെയാണ് പ്രായപരിധി വരുന്നത്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് NATSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇൻ്റർവ്യൂവിൻ്റെ ദിവസം നേരിട്ട് ചെല്ലുമ്പോഴായിരിക്കും ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നത്. അവിടെ വെച്ചാണ് നിങ്ങളത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ VSSCയുടെ പവലിയനിൽ എത്തണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, കാർത്തിക തിരുനാൾ ഗവൺമെൻറ് V&G HSS ഫോർ ഗേൾസ് മണക്കാട്. ഈ സ്കൂളിൽ നിങ്ങൾ നേരിട്ട് പോകണം. അവിടെ നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ BTech ഓർ BE ഓർ ബാച്ചിലർ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ, എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ 1 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ SC ST ആണെങ്കിൽ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ EWS ആണെങ്കിലും PWBD ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എല്ലാത്തിൻ്റെയും ഒറിജിനലും കൊണ്ടുപോകണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്ക്രൂട്ടണി ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയുമാണ് നിങ്ങളവിടെ സെലക്ഷന് പോകുമ്പോൾ കൊടുക്കേണ്ടത്. ഒറിജിനൽ ഉറപ്പായിട്ടും കൊണ്ടുപോകണം, കോപ്പിയാണ് കൊടുക്കേണ്ടത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ എക്സാമിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. ഇതനുസരിച്ചാണ് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ISROയുടെ കീഴിൽ VSSCയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള വിവിധ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.